ലഹു ഐനു ആലാഫിൻ മിനൽ ഹുജ്ബി ഷായിദാ തഹയ്യറ ഫീഹി ഖാതിറുൽ മുതഹസ്സിസി. ലഹു നബിക്കുണ്ട് ഐനു ആലാഫിൻ. ഐന് എന്നാൽ 70, ആലാഫ് ആയിരങ്ങളാണ്. അപ്പോൾ 70,000 മിനൽ ഹുജ്ബി മറകളാൽ. ഒരാൾക്ക് നബിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് കയറണമെങ്കിൽ 70,000 മറ കടക്കണം. ഷാഹിദൻ, അതെല്ലാം ഞാൻ നോക്കിക്കണ്ട നിലയിൽ. അതിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. നമുക്കിതൊരു വർത്താനം. അങ്ങനെ ഒരാൾ വേണമല്ലോ. 20-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരാളുണ്ടാവില്ല. 20-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരാളുണ്ടാവില്ല. അത്രയും വലിയ ആളാണ്. 1900 ജനിച്ച് 1975 മരിച്ചു. അങ്ങനത്തെ ഒരാളുണ്ടാവില്ല. അബ്ദുൽ അലി മഹ്മൂദ് അസറിൻ്റെ ഷെയ്ഖുൽ അസറായ അബ്ദുൽ അലി മഹ്മൂദ് എന്നെ ഒരു രാത്രി വെള്ളിയാഴ്ച രാവിലെ സ്വപ്നം കാണുക അസറിലെ പള്ളിയിൽ റസൂലുള്ള വന്നതായിട്ട്. എന്നിട്ട് സുന്നത്ത് നിസ്കരിച്ച് ഒരു തൂണിൽ ചാരിയിരുന്നു. പിന്നെ വാങ്കൊടുത്തപ്പോൾ ജുമാൻ്റെ നേരായി. അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചു, നബി നിങ്ങൾ ഖുത്ബോലി. അങ്ങനെ നബി ഖുത്ബോലി. പിന്നെ നിർബന്ധിച്ച് നബി ഇമാമത്തെ നിസ്കരിച്ചു. പിന്നെ നബിയെ വാഴ്ത്തിക്കൊണ്ട് അവരൊരു സമ്മേളനം നടത്തി. സ്വപ്നം കണ്ടപ്പോൾ എന്താണ് അർത്ഥം എന്ന് മനസ്സിലായില്ല. പിന്നെ പിറ്റേന്ന് വെള്ളിയാഴ്ച ജുമാക്ക് വന്നു. സാധാരണ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ എങ്ങനെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസറിലെ പള്ളിയിൽ വന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട് ചാരി ഇരുന്ന ഒരു തൂണിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി. അതാണല്ലോ തൂണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ ജുമാക്ക് വന്നു. അവർ സെനഗൽകാരനാണ്. സെനഗൽ പറഞ്ഞാൽ ഈജിപ്തിൽപ്പെട്ട സ്ഥലമല്ല. വന്നിട്ട് പിന്നെ അസർ ഷെരീഫിലെ പള്ളി കയറി സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് അതേ തൂണിൽ ചാരിയിരുന്നു. അപ്പോൾ ഓടി വന്ന് കൈ പിടിച്ചു, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. എല്ലാവരും നിർബന്ധിച്ചു, നിങ്ങളാണെന്ന് ഖുത്ബോലുണ്ട്. അപ്പം ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ഇബ്രാഹിം നിയാസാണ് എന്നിട്ട് ഖുത്ബോടി. ജുമാക്ക് ഇമാമത്ത് നിന്നപ്പോൾ എല്ലാവർക്കും നിർബന്ധം അവരെന്നെ ഇമാമത്തിക്കണം. ജുമാ കഴിഞ്ഞപ്പോൾ സമ്മേളനം നടന്നു അസറിലെ പള്ളിയിൽ. ഇവരാണ് ഇന്ന് മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ. അന്ന് അവർ കൊടുത്ത പദവിയാണ് ഷെയ്ഖുൽ ഇസ്ലാം. മരണം വരെ ഇന്നും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസിൽ കൗലഖി എന്ന് പറയാം. അങ്ങനെ ഒരാൾ 20-ാം നൂറ്റാണ്ടിലുണ്ടാവില്ല. അങ്ങനെ ആളുണ്ടാവുമല്ലോ ലോകത്തെ കാലത്തും. ഇന്നത്തെ ആളാരാ അറിയില്ല, പക്ഷെ അന്നത്തെ ആളുണ്ടാവും. എന്ന് ലഹു ഐനു ആലാഫിൻ മിനൽ ഹുജുബി ജീമിന് ളമ്മ്. ലഹു ഐനു ആലാഫിൻ മിനൽ ഹുജുബി ഷായിദാ തഹയ്യറ ഫീഹി ഖാതിറുൽ മുതഹസ്സിസി. നബിക്കുണ്ട് ഐനു ആലാഫിൻ 70,000-ഓളം ഉണ്ട് മിനൽ ഹുജുബി മറകളാൽ. അതായത് നബിയുടെ യാഥാർത്ഥ്യം ഒരാൾ നോക്കണമെങ്കിൽ അയാൾ എന്തിനെ മറികടക്കണം? 70,000 മറകളെ മറികടക്കണം. ഷാഹിദൻ, അതെല്ലാം ഞാൻ സാക്ഷിയായ നിലയിൽ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. തഹയ്യറ ഫീഹി, അതിൽ പരിഭ്രമിച്ച് നിൽക്കുകയാണ് ആര്? ഖാതിറുൽ മുതഹസ്സിസി, നബിയിൽ അന്വേഷണത്തിരയോടെ മുന്നിട്ട് പോകുന്നവന്റെ ഹൃദയം. നബിയെ അന്വേഷിക്കാൻ ഇറങ്ങിയ പലരും അതിൽ അത്ഭുത പരതന്ത്രരായി അങ്ങനെ മരവിച്ച് നിൽക്കുക. ഞാനതൊക്കെ മറികടന്നു പോയിട്ടുണ്ട്. അതിന് 70. അതിന് 70. ആലാഫ് 70,000. ലഹു നബിക്കുണ്ട് ഐനു ആലാഫിൻ 70,000 ഉണ്ട് മിനൽ ഹുജുബി മറകളാൽ. ലഹു ഐനു ആലാഫിൻ മിനൽ ഹുജുബി ഷായിദാ തഹയ്യറ ഫീഹി ഖാതിറുൽ മുതഹസ്സിസി. ലഹു നബിക്കുണ്ട് ഐനു ആലാഫിൻ 70,000 ഉണ്ട് മിനൽ ഹുജുബി മറകളാൽ. ഷാഹിദൻ, അതെല്ലാം ഞാൻ സാക്ഷിയായ നിലയിലുണ്ട്. തഹയ്യറ ഫീഹി, അതിലെല്ലാം ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അതെല്ലാം ഞാൻ കടന്നുപോയിട്ടുണ്ട്.
തഹയ്യറഫി, ആ മറയിൽ പരിഭ്രമിച്ചു നിൽക്കുകയാണ് ആര്? ഖാത്തിറുൽ മുതഹസ്സിസി, നബിയെ പരമാവധി അന്വേഷിക്കാൻ ഇറങ്ങിയവന്റെ ഹൃദയം പോലും ചുഴിഞ്ഞന്വേഷിക്കുക. മുതഫഹിസ് എന്നർത്ഥം, ചുഴിഞ്ഞന്വേഷിക്കുക. പരമാവധി ആഴത്തിൽ അന്വേഷിക്കുന്നതിനാണ് തഹസ്സുസ് എന്നറിയാം. നന്മ ഉദ്ദേശിച്ച് ആഴത്തിൽ അന്വേഷിക്കുന്നതിന് തഹസ്സുസ് എന്നും പറയും. തിന്മ ഉദ്ദേശിച്ച് ആഴത്തിൽ അന്വേഷിക്കുന്നതിന് തജസ്സുസ് എന്നും പറയും. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. തഹസ്സുസ് ആഴത്തിലുള്ള അന്വേഷണം, തജസ്സുസ് ആഴത്തിലുള്ള അന്വേഷണം. നന്മ ഉദ്ദേശിച്ച് ആഴത്തിൽ അന്വേഷിച്ചാൽ തഹസ്സുസായി, തിന്മ ഉദ്ദേശിച്ച് ആഴത്തിൽ അന്വേഷിച്ചാൽ തജസ്സുസായി. ജാസൂസ്, ചാരൻ, ജാസൂസ. ഹസൂസും ജാസൂസും വ്യത്യാസമുണ്ട്. ഹസൂസ് നന്മ ഉദ്ദേശിച്ച് ആഴത്തിൽ അന്വേഷിക്കുന്നു. ഇപ്പൊ നിന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി, വിഷയം നിന്റെ കയ്യിൽ അബദ്ധം, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ അബദ്ധം പറ്റിയിട്ട് അയിമ വർത്താനം പറയാണ് പുറത്ത് മൂസക്കുട്ടി ഇരുന്നിട്ട്, ഓന് താരക്കായ്ക്ക് പറ്റില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പം മൂന്നാമത്തെ ഒരാൾ മാഷ് വന്നിട്ട് നിന്റെ മുഴുവൻ ഹിസ്റ്ററി ഇങ്ങോട്ട് ആഴത്തിൽ പഠിച്ചു. എന്തിനാ പഠിക്കണത്? ഇവനോട് മറുപടി അറിയാൻ. ഓൻ ആ നാട്ടിൽ നല്ല മനുഷ്യനാണ്, ഓൻ ചെയ്ത നന്മ നോക്ക്, ഓനെപ്പറ്റി അഭിപ്രായക്കേട് ആ നാട്ടിൽ ആർക്കും ഇല്ല. എന്നെങ്കിലും ഓൻ്റെ 10-40 കൊല്ലത്തിനുള്ളിൽ എന്നെ ഒരു തെറ്റവും ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ആഴത്ത് പഠിക്കുക. എന്തിന്? നിന്നെ പ്രതിരോധിക്കാൻ വേണ്ടി. അത് തഹസ്സുസല്ല, അത് തജസ്സുസല്ല, അത് തഹസ്സുസാണ്. നന്മ ഉദ്ദേശിച്ച് ആഴത്തിലിറങ്ങുക. നേരെ മറിച്ച് തജസ്സുസ് ഇങ്ങനെ ചെയ്യുക, പിന്നെയും ചെയ്യുക. അല്ല, നിങ്ങൾ പണ്ടേതൊരു ക്ലാസ്സിന് പോയി എന്ന് കേട്ടിനല്ലോ, അത് എവിടെയാണ്? അല്ല, അങ്ങനെ ക്ലാസ്സിന് പോയിട്ട് അല്ല, ആരും നിങ്ങളൊക്കെ വേറൊരു മറ്റേ ക്ലാസ്സിന് കണ്ടു എന്ന് തോന്നി. ഞാൻ കുറച്ചാലും അവിടെ മറ്റേ ഇയാളെ ക്ലാസ്സിന് പോയി. അപ്പോൾ ഒക്കെ അന്വേഷിക്കുക. എന്തിന്? എന്നിട്ട് മറ്റവരോട് എന്ത് പറയാം? മറ്റേ ക്ലാസ്സിൻ്റെ ചാരനാകാനാണ് സാധ്യത, നമ്മളെ ക്ലാസ് പൊളിക്കാൻ വന്നവനാകാനാണ് സാധ്യത. അതിന് തഹസ്സുസ് എന്നല്ല, അതിന് ഒരു പുള്ളിൻ്റെ വ്യത്യാസമാണ്. നന്മ ഉദ്ദേശിച്ച് ആഴത്തിൽ അന്വേഷിക്കുന്നതിന് തഹസ്സുസ് എന്ന് പറയും, തിന്മ ഉദ്ദേശിച്ച് ആഴത്തിൽ അന്വേഷിക്കുന്നതിന് തജസ്സുസ് എന്ന് പറയും. ഇനി നോക്കിയവിടെ ഖാത്തിറുൽ മുതഹസ്സിസി, മുതജസ്സിസ് അല്ല, മുതഹസ്സിസി. പുണ്യ നബിയെക്കുറിച്ച്, നബിയുടെ മഹത്വം അന്വേഷിച്ച് ആഴത്തിൽ ഇറങ്ങിയവരുടെ മനസ്സ് പോലും പരിഭ്രമിച്ചു പോയിട്ടുണ്ട്. ആ മറകൾ കണ്ടപ്പോൾ അതൊക്കെ ഞാൻ മറികടന്ന് പോയിട്ടുണ്ട്. ഞാൻ മറൻ്റെ അപ്പുറത്തെത്തി, മറ്റൊരിപ്പോൾ പരിഭ്രമിച്ചിരിക്കുകയാണ് എന്നർത്ഥം. എന്ന് കവി അത്രയും വലിയ ആളാണ്, കവിക്കത് പറയാം. അവരൊക്കെ മുൽഹമ്യങ്ങളായിരിക്കും, അവർക്ക് ഇൽഹാമുണ്ടാവും. മനസ്സിലാവണ്ടേ പറഞ്ഞത്? അവർ നബിയോട് സംസാരിക്കും, നബി അവരോട് സംസാരിക്കും. അല്ലാഹ്. പിന്നെ ലഹു ഐനു, ഐനു എന്നല്ല ഐനു എന്നാണ് വേണ്ടത്, ഐനല്ല ഐനാണ്. ലഹുൽ ഐനു ആലാഫിൻ മിനൽ ഹുജുബി ഷാഹിദ തഹയ്യറ ഫീഹി ഖാതിറുൽ മുതഹസ്സിസി ഹുവൽ ഐനു ഐനുൽ ഹാഇ വൽ ഹാഉ ഐനുഹു ലഹുൽ കഅബത്തുൽ അലിയ ലഹു ബൈത്തു മഖ്ദിസി ലഹു ത്വയ്ബത്തുത് ത്വയ്ബ വദഅറു മുഖാമതി ലഹുൽ ഖുൽദു വൽ ഫിർദൗസു ഖൈറു മുഅറസി. മറ്റന്നെ നോക്കി, ഹുവ നബിയാണ്, അൽ ഐനു ആ വിശുദ്ധമായ തടാകം നബിയാണ്. പരിശുദ്ധതയുടെ ഉറവ പൊട്ടിമുളച്ച ആ തടാകം നബിയാണ്. ആ തടാകത്തിൽ നിന്നാണ് ലോകത്തെ എന്തിനും വെള്ളം കിട്ടിയത്, അത് നബിയാണ്. ഐനുൽ ഹാഇ, ഹായിൽ നിന്ന് സൃഷ്ടിയായി വന്ന ആദ്യത്തെ തടയും നബി തന്നെയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ തടാകവും നബി തന്നെയാണ്. ഹാഉ ഹുവിയ്യത്ത്, ഹാഉൽ ഹാഉ ഐനുഹു വൽ ഹാഉ ഐനുഹു. ഹാഉൽ ഹാഉ, ആ ഹാ ആണ് ഐനുഹു, ആ ഹാ
ആണ്. ആ ഹായിൽ നിന്ന് പ്രത്യേകമായി കരുതി വേണ്ടി വെച്ചതാണ് നബിയുടെ ഐന്. തടി എന്നർത്ഥം വെക്കാം, തടാകം എന്ന് അർത്ഥം വെക്കാം. ഏതാണ് ഈ ഹാ? ഹു, ഖുൽ ഹുവ ഹു. ഇവിടെ ഹാ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാ? അല്ലാഹു. പരമാവധിയാണ് ഇപ്പം പോയത്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലെ ചില വരികൾക്ക് അർത്ഥം വെക്കാൻ കഴിയൂല. തൗഫീഖ് കൊണ്ടാണ് ഈ അർത്ഥം വെച്ചത്. എനിക്കർത്ഥം കിട്ടാതെ ആയപ്പോൾ ഞാൻ ഒരു മഹാനായ അറബി പണ്ഡിതനോട് ഈ ആഴ്ച അതിൻ്റെ അർത്ഥം ചോദിച്ചു. എന്താണ് ഹുവൽ ഐനു ഐനുൽ ഹാഇ വൽ ഹാഉ ഐനുഹു? അപ്പോൾ പറഞ്ഞു റഹ്മത്തുള്ളാഹ് അല്ലാഹു അഅലം. എനിക്കറിയില്ല. അദ്ദേഹം ആഫ്രിക്കയിലെ വലിയ പണ്ഡിതനാണ്. ഞാൻ അതിനേക്കാൾ വലിയ ആളാണെന്ന് പറയല്ല, എനിക്കൊരു തൗഫീഖാണ് ഈ അർത്ഥം വെച്ചത്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാവാം. നബിയാണ് യഥാർത്ഥ തടാകം. ആ തടാകത്തിന് ഉറവയാണ് എല്ലാവർക്കും. ആ തടാകത്തിൽ നിന്നാണ് ഈ മരം ഉണ്ടായത്. ആ തടാകത്തിനാണ് ഈ മരം ഉണ്ടായത്. ആ തടാകത്തിൽ എല്ലാം ആ ഉറവയിൽ നിന്നുണ്ടായതാണ് സകല സൃഷ്ടിയും. സൃഷ്ടികൾക്ക് അള്ളാഹു ലഭിച്ച അനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ തടാകം മുഹമ്മദാണ്. ഹാഇൻ്റെ പ്രത്യേക ഐനുമാണിത്. ഹാ ഹുവ അല്ലാഹു, അള്ളാഹുവിൻ്റെ പ്രത്യേക തടാകവുമാണിത്. ലോകത്തുള്ളവർക്കൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടി അള്ളാഹ് പ്രത്യേകമായി ഉണ്ടാക്കിയ ആദ്യത്തെ തടാകം മുഹമ്മദാണ്. വൽ ഹാഉ ഐനുഹു, ഹാ ആണ്, ആ ഹൂയാണ് ഐനുഹു. ആ ഐനുഹു ആ ആളുടെ ഈ ഐന്, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ആണ് ഈ ആൾക്ക് വെള്ളം കിട്ടാനുള്ള ആദ്യത്തെ അടിസ്ഥാനം. ഈ ഐന് ഈ ഹാഇനെ ആശ്രയിച്ചു. ഈ ഹാഇൽ നിന്ന് ഈ ഐനുണ്ടായി. വൽഹാഉ ഐനു ഹാ ഹു ഖുൽ ഹുവ ഹു ഹു ഹാ ഹി ഹു ഹാ ഹി ഹു ഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ഹു ഖുൽ ഹു ഖുൽ ഹു ഹു ഹുവ. അവൻ എന്നാൽ ആരെയാ ചൂണ്ടുക? അള്ളാനെ. മുത്തലക്കായി അവൻ എന്ന് പറഞ്ഞാൽ അള്ളയാണ്. അതൊക്കെ ഓൻ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. മൈദീൻ കുട്ടിനെ കൊണ്ട് എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ പിന്നെ ഒന്ന് നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹിലേക്ക് ഇനി വേറെ ഇഷാറത്താക്കണം. ഇല്ലെങ്കിൽ മൈദീൻ കുട്ടി നോക്കിക്കോളും എന്നാണ് ആളുകൾ മനസ്സിലാക്കുക. പൊതുവെ അവൻ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ ആരാണ് ഈ അവൻ? അള്ളാഹു എന്ന്. നബിയാണ് അൽ ഐനു ആദ്യത്തെ തടാകം. ഐനുൽ ഹാഇ ഹുവ എന്ന ഹാഇന്റെ തടാകം അഥവാ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ തടാകം. ആ തടാകത്തിൽ നിന്നാണ് എല്ലാവർക്കും റഹ്മത്തുള്ളത്. വൽഹാഉ ഐനുഹു, വൽഹാഉ ആ ഹുവയാണ്. ഈ ഐനിൻ്റെ ഐന് ആ ഹുവയുമാണ്. വൽഹാഉ ആ ഹുവയാണ് ഐനുഹു, ഈ ഐനിൻ്റെ ഐന്. ഈ തടാകത്തിൻ്റെ തടാകം ആരാണ്? അല്ലാഹുവാണ്. അവരെ പോലത്തെ തിരിയുള്ളൂ. നമ്മൾ പിന്നെ കഴിച്ചിലാകാൻ വേണ്ടി അർത്ഥം വെക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് അതിനർത്ഥം. അതത് നോക്കി വായിക്കും. അവർക്ക് അർശിലേക്ക് നോക്കിയാൽ കിട്ടും. നമുക്കൊന്നും അറിയില്ല. പിന്നീട് ഒപ്പിക്കുകയാണ്. മേശറിൽ നിന്ന് കാണുമ്പോൾ അതിന് അവിടെ അന്തം കമ്മി അതല്ലായിരുന്നു അതിൻ്റെ അർത്ഥം എന്ന് മേശറിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കേൾക്കാം. ഈ അന്തം കമ്മി ഒരു അർത്ഥം പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു, പിന്നെ എനിക്ക് പറയാൻ വയ്യല്ലോ എന്ന് അങ്ങനെയൊക്കെ ആവാം. അവർ ഈ മജ്‌ലിസിലുണ്ടാവാം. അവർ മജ്‌ലിസിലുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാ വെള്ളിയാഴ്ച ക്ലാസ്സിലും ഞാൻ ഇബ്രാഹിം നിയാസിനെ വിളിക്കാറുണ്ട്. റളിയല്ലാഹു അൻഹു. അവർ ഈ മജ്‌ലിസിൽ വന്ന് എന്തൊരാൾ കാര്യം പറഞ്ഞാലും ഉത്തരം കിട്ടും. ഈ മജ്‌ലിസിനെതിരെ കളിച്ചോൻ പരാജയപ്പെടും. അല്ല നഷ്ടപ്പെടും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അത്
ഇതിൻ്റെ ഒന്നും അല്ല. അള്ളാഹു ഒരു തൗഫീഖിൻ്റെ ക്ലാസ്സായിട്ട് അതിൻ്റെ വലിപ്പത്തിലല്ല, ഇതിനൊരു വലിപ്പത്തിലുണ്ട്. ഇവിടെ അങ്ങനെയൊക്കെ നടക്കുമെന്ന് ഇവിടെ തറക്കല്ലിടുന്നതിൻ്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആ ഹുവയാണ് ഐനുഹു. ഈ ഐനിൻ്റെ ഐന്, ഈ തടാകത്തിൻ്റെ തടാകം, ഈ തടാകം ലോകത്തിന് തടാകമാണെങ്കിൽ ഈ തടാകത്തിന് വെള്ളം കിട്ടുന്ന തടാകം ആരാണ്? അള്ളാഹുവാണ്. പിന്നെ മനസ്സിലായില്ലേ? അവനാണ് മുഴയിനെ എന്നർത്ഥം. പിന്നെ ലഹുൽ കഅബത്തുൽ അലിയ ലഹു ബൈത്തുൽ മഖ്ദിസി, ലഹുവാ നബിയുടേതാണ്. അൽ കഅബത്തുൽ അലിയ, മേലെയായ കഅബയും നബിയുടേതാണ്. അപ്പം നബിയുടെ മംലൂക്കത്താണ് കഅബ, നബിൻ്റെ അടിമയാണ് കഅബ, നബിൻ്റെ മുതലാണ് കഅബ. നിങ്ങൾ കഅബയുടെ ആളാണെങ്കിൽ കഅബ നബിയുടെ ആളാണ്. അപ്പൊ ഖാദിമിന് ഒന്നിനും പേടിയുണ്ടാവില്ല. നബിയുടെ ഖാദിമിനെ കഅബക്ക് പേടിയാവും. കഅബയെ ചുറ്റുവാണ് ഒരെല്ലാരും, കഅബ തവാഫെന്നെ താൻ ചെയ്യും എന്നോർ. AD 1607 ഖാദി മുഹമ്മദ് എന്ന അക്കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് ഖാദി മുഹമ്മദ്. അവര് മുഹൈദ്ദിമാല എഴുതുന്നത് AD 1607 അന്ന് എഴുതിച്ചത്. AD 1607. AD 1612 അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ, അഥവാ രണ്ടും മണിപ്രവാളാണ്. മലയാളവും ചെന്തമിഴും മണിപ്രവാളത്തിൽ സ്വരൂപിച്ച കാവ്യം ഭംഗിയാണ് രണ്ടും, മുഹൈദ്ദിമാലയും അധ്യാത്മരാമായണം. അധ്യാത്മരാമായണം വരുന്നത് AD 1612. അതിൻ്റെയും 5 വർഷം മുമ്പാണ് ഖാദി മുഹമ്മദ്. പക്ഷേ ഒരു നിലക്ക് ഖാദി മുഹമ്മദാണ് മലയാള ഭാഷയുടെ പിതാവ്. പക്ഷേ അതിൻ്റെ പിൻഗാമികളാകാൻ ആ മഹാന്റെ സമുദായത്തിന് കഴിയാതെ പോയി. ഭാഷ അറിയില്ല, ഭാഷ അറിയില്ല, ഭാഷ അറിയില്ല. ഭാഷ അറിയില്ല. ഭാഷ എന്നുള്ള സംഭവമാണ്, ഭാഷയാണ് അറിയേണ്ടത്. ഒരു നാട്ടുകാർക്ക് ആ ഭാഷ അറിയണം. ഒരു ഭാഷ സംസാരിക്കുന്നവനും ഭാഷ അറിയണം. മലയാളിക്ക് മലയാളം അറിയണം. ഭാഷയെ അറിയൂല. പഞ്ചായത്ത് ബോർഡ് എന്ത് ചെയ്യും? പൊതുസ്ഥലങ്ങളിൽ നാട്ടക്കുറ്റികൾ വെക്കും. എൻ്റെ പുറത്ത് വരും, ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. ഈ ബോർഡ് കണ്ടിട്ട് ഞാനൊരു ലജ്ജിച്ച അത്ര വേറൊന്നും ലജ്ജിച്ചിട്ടില്ല. അയ്യേ, ഒരു സമ്പത്തിനെ വളർത്തുക എന്ന താല്പര്യത്തിൽ, മനസ്സിലായില്ലേ, അതിനെ ചെലവഴിക്കുകയോ അതിനെ ഒരു സ്ഥാനത്ത് ഒരു കാര്യത്തിന് വേണ്ടി നീക്കി വെക്കുകയോ ചെയ്യുന്നതിനാണ് എന്ത് പറയുക? നിക്ഷേപം. അതാണ് നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനം. മാലിന്യം നമ്മൾ വളർത്താൻ കൊണ്ടുപോയി വെക്കുക. അയ്യേ, ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. പഞ്ചായത്ത് ബോർഡ് വെക്കുക. എന്നിട്ട് അവർ November 1 എന്ത് ആഘോഷിക്കുക? മലയാള ഭാഷാ ദിനം. ഭാഷ ഇവർക്ക് അന്തല്ല. ഒരു ജനഗണമന പാടിയാൽ പൂർത്തിയാവില്ല. ചിലർ ജനഗണമാല അങ്ങോട്ട് പാടിയ പിന്നെയും ജനഗണമനയിൽ കൊടുക്കും. അങ്ങനത്തെ ആളുകളുണ്ട്. ഇവർക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. സമുന്നതമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു എഴുത്ത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഞാൻ നോക്കി. എന്താണ് പ്രസ്താവിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്? പ്രസ്താവിച്ചു എന്ന് എഴുതുന്നതും പ്രസ്ഥാനത്തിൻ്റെ താഴെ എങ്ങനെ പ്രസ്താവിച്ചു എന്ന് കൊടുക്കുക? ഒരു ഭാഷയുടെ അക്ഷരം പേച്ച പിന്നെ ആ എഴുത്ത് ഞാൻ നോക്കൂല. ഒരു പത്രത്തിൽ ഒരക്ഷരം തെറ്റിയ ആ പത്രം എടുക്കും. എന്തുകൊണ്ട്? ഒരു കാര്യം ഉറപ്പാണ്, വിവരമില്ലാത്തവനാണ് ഈ പത്രത്തിൽ എഴുതിയത്. ഒരാളുടെ വിവരമില്ലായ്മ ഏറ്റവും ആദ്യം അളക്ക എവിടെയാണ്? ഭാഷാപരമായ പിഴവ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? ഇതൊക്കെ അടിസ്ഥാനമായി പറയുന്നത്.
ഒരു ഭാഷ അറിയണം. മലയാള ഭാഷ ഇന്നും ഭാഷ തീരെ അറിയാത്തത് മുസ്ലിങ്ങളാണ്. പ്രത്യേകിച്ച് മുസ്ലിം എന്താ പറയുക, സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നവർ ഭാഷയെ അറിയൂല. നിങ്ങൾ ഇന്നത്തെ പത്രം കൊണ്ടുപോയി, ഞാൻ അതിൽ അക്ഷരത്തെറ്റ് കാണിച്ചു തരാം. മാതൃഭൂമിയിൽ ഈ അടുത്ത ദിവസം ഞാൻ അക്ഷരത്തെറ്റ് കണ്ടു. മാതൃഭൂമിയിൽ, പണ്ട് മാതൃഭൂമിയിൽ അക്ഷരത്തെറ്റ് ഉണ്ടാവാർ ഇല്ല, ഇപ്പോൾ മാതൃഭൂമിയിലും അക്ഷരത്തെറ്റ് തുടങ്ങി. ഞങ്ങളൊക്കെ ഭാഷ പഠിച്ചത് ഒരു നിലക്ക് മാതൃഭൂമിയിൽ നിന്ന്. ഞാൻ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ആഴ്ചപ്പത്തിപ്പ് കറാത്ത് മറാത്ത് വായിക്കും. ആദ്യം അത് കേരളത്തിലെ വിജയനെ പോലെ, പിന്നെ സച്ചിദാനന്ദനെ പോലെ, MK സാവനുവിനെ പോലെ, സുകുമാർ അഴീക്കോടിനെ പോലെ കേരളം കണ്ട പ്രതിഭകളായിരുന്നു ഒരു കാലത്ത് മാതൃഭൂമിയിൽ എഴുതുക. അപ്പോൾ ഭാഷ പഠിക്കാം. ഞാൻ മാതൃഭൂമിയിൽ നിന്നാണ് ഒരു നിലത്ത് ഭാഷ പഠിച്ചത്. അക്ഷരം എനിക്ക് പിഴക്കൂല, ഒരിക്കലും പിഴക്കൂല. മലയാള അക്ഷരം എനിക്ക് പിഴക്കൂല, റബ്ബിൻ്റെ സഹായത്താൽ. പിഴക്കനല്ല. ഒരു പത്രത്തിൻ്റെ ആദ്യത്തെ എഡിഷൻ, ഒന്നാമത്തെ പത്രത്തിൽ അക്ഷരത്തെറ്റ് കണ്ടിട്ട് ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് വിളിച്ചു, നിങ്ങൾ എഡിറ്റോറിയൽ അക്ഷരത്തെറ്റ്. ഒരു മലയാള ദിനപത്രം എന്തെന്നൊന്നും നിങ്ങൾ ഇങ്ങനെ കണ്ണുറ്റിനോട് നോക്കണ്ട, പറയില്ല. നിങ്ങളെ മാനം കെടുത്തലാണ്, അതുകൊണ്ട് പറയില്ല. എഡിറ്റോറിയൽ ബോർഡിൽ അന്തമില്ലാത്തവരെ ഇരുത്തുന്നത് കൊണ്ടാണ്. ഞാൻ ആ പത്രം ഇറങ്ങിയ ഒന്നാം ദിവസം ഞാൻ ആ പത്രത്തിലെ ആളുകളോട് വിളിച്ചു പറഞ്ഞു, അബദ്ധമാണ് പത്രത്തിൽ എഴുതിയിട്ടുള്ളത്, എഡിറ്റോറിയൽ അബദ്ധം, അത് ചെയ്യരുത്. നിങ്ങളെ ജനം വിലയിരുത്തും. മനസ്സിലായില്ലേ പറഞ്ഞത്? ഭാഷ എപ്പോഴും ക്ലിയർ ആവണം. അത് തീരെ ഇല്ലാതെ മുസ്ലിങ്ങൾക്ക് പോയി. സത്യത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും മുൻഗാമിയാണ് ആര്? ഖാദി മുഹമ്മദ്. മനസ്സിലായി? അദ്ദേഹം ഇത് പറയാനല്ല ഞാനിത് വന്നത്, പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് പറഞ്ഞ കഅബയെ ചുറ്റുവാറും കഅബ തവാഫിനെ താൻ ചെയ്യുമെന്നോവർ. കഅബ എന്നെ ഇങ്ങോട്ട് തവാഫ് ചെയ്യും. എന്തുകൊണ്ട്? എന്റെ വള്ളിപ്പാന്റെ അല്ലേ കഅബ. ലഹുൽ കഅബത്തുൽ ഉല്യാ അൽ അലിയാ, ആ മേലെയായ കഅബയും ഈ മഹാന്യരാണ് മുഹമ്മദ്. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ. കഅബയെ പുനർനിർമ്മിച്ചാൽ, പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോൻ ഇവിടെ ജനിക്കുകയും ഈ പൊന്നുമോൻ ഈ കഅബയെ നീ അധികാരപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആര്? യശസ്വീരനായ സയ്യിദുനാ ഇബ്രാഹിം. അതങ്ങനെ തന്നെ നടന്നു. കഅബയുടെ മുറ്റത്ത് ഒരാൺകുട്ടിയെ നബിയായി ജനിച്ചുള്ളൂ, അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരാളും ഒരു നബിയും കഅബയുടെ മുറ്റത്ത് ജനിച്ചിട്ടില്ല. ലഹുൽ കഅബത്തുൽ അലിയാ വബൈതും ലഹുൽ കഅബത്തുൽ അലിയാ ലഹു ഐനും ലഹു ബൈത്തും മഖ്ദിസി. ലഹു ആ നബിയുടേതാണ്. അൽ കഅബത്തുൽ അലിയാ, മേലെയായ കഅബയും നബിയുടേതാണ്. ലഹു ആ നബിയുടേത് തന്നെയാണ്. ബൈത്തുൽ മഖ്ദിസി, ബൈത്തുൽ മുഖദ്ദസും നബിയുടേത് തന്നെയാണ്. എല്ലാം എന്തുകൊണ്ട്? ആ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. തിരക്കിലും നബി അവർക്കൊന്ന് കൊണ്ടുപോയത്. അള്ളാഹ്ക്ക് ഉദ്ദേശമുണ്ട്. എന്ത്? ഉടമക്കാരൻ അതൊന്ന് കണ്ടോട്ടെ. എല്ലാ അമ്പിയാക്കളുടെയും പ്രതീക്ഷാ കേന്ദ്രമാണ് ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിൽ വഹി സ്വീകരിക്കാത്തൊരു നബിയില്ല. ആദ്യം ബൈത്തുൽ മുഖദ്ദസിൽ വഹി സ്വീകരിച്ചത് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. മനസ്സിലായില്ലേ? ബൈത്തുൽ മുഖദ്ദസിലെ ആദ്യത്തെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പാറയാണ്. ആ പാറയുടെ അടിഭാഗമുണ്ട്, മുകൾ ഭാഗമുണ്ട്. അതിലൊരു ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ ദിവസങ്ങളോളം താമസിച്ചിരുന്നു അമ്പിയാക്കൾ. ആദ്യം അവിടെ താമസിച്ചത് സയ്യിദുനാ ആദം. എന്തിന്? വഹീന് കാത്തിരിക്കുക. ആ പാറ എന്ന് പറഞ്ഞാൽ വലിയ പാറയാണ്, ഒരു വലിയ പാറയാണ്. ആ പാറ സുഗർന്നുകൊണ്ടെന്ന മലായിക്കത്ത്. അതായത് ഹജറുൽ അസ്വദ് ചെറിയ കല്ലാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൽ വലിയ പാറയാണ്. അതാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ കേന്ദ്രം. അതാണ് ഖുബ്ബത്തു സഖ്റ. ആ പാറക്ക് മുകളിൽ ഒരു കുബ്ബ കെട്ടി, ഖുബ്ബത്തു സഖ്റ. മനസ്സിലായില്ല? ഖുബ്ബത്തു സഖ്റ. സഖ്റ എന്താ അർത്ഥം?
റോക്ക്. സഹ്റ എന്താർത്ഥം? പാറക്കല്ല്. മനസ്സിലായേ? ടോംബ് ഓഫ് ദി റോക്ക്. ആ റോക്കിന്റെ മുകളിലുള്ള ഒരു കുബ്ബ. മനസ്സിലായില്ലേ പറഞ്ഞത്? ആ റോക്കിന്റെ മുകളിൽ ആ റോക്കിന്റെ മുകളിൽ എന്തുണ്ടാക്കി? ഒരു കുബ്ബയുണ്ടാക്കി, ഒരാവരണം. അതാദ്യം ഉണ്ടാക്കിയത് മർവാൻ ഇബ്നു ഹക്കമാണ്. അതുകൊണ്ട് അതിന് അൽ ഖുബ്ബത്തുൽ മർവാനിയ എന്നും പേരുണ്ട്. നബിയുടെ കാലത്ത് അതിന് എന്തില്ല? കുബ്ബയില്ല, പാറ ഉണ്ട്. ആ പാറയുടെ അടിയിലും മുകളിലും ഇരിക്കാത്തവരില്ല. ആ പാറയുടെ മുകളിലും അടിയിലായിട്ടാണ് ഇരിക്കുക. ചിലപ്പോൾ താഴെ, ചിലപ്പോൾ മുകളിൽ. മുകളിലേക്ക് നബി കയറിയിട്ടുണ്ട്. അവിടുന്നാണ് മെഹറാജിന് പോയത്. അവിടേക്കാണ് മെഹറാജ് കഴിഞ്ഞിറങ്ങിയത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതിന് അടിയിലൊരു വിശാലമായ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അമ്പിയാക്കളെ മഅ്മൂമാക്കി നിർത്തി നബിയെ ഇമാമാക്കി. മനസ്സിലാവുണ്ടോ? ചിന്തിക്കണം. AD 1106 ഫതഹ് ലഭിച്ചു. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി ആ പാറന്റെ അടിയിൽ രാത്രി ഇരിക്കുമ്പോഴാണ് ഫതഹ് ലഭിച്ചു. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് ഫതഹ് ലഭിക്കാൻ ഒരവസ്ഥ ഉണ്ട്. അതായത് അള്ളാഹ് തുറന്നാട് കൊടുക്കും. പിന്നെ അവർക്കൊന്നും വേണ്ട. അവർ ഈ ലോകത്തിലെ അടയാളമായിരിക്കും. ഹുജ്ജത്തുൽ ഇസ്ലാം, ഇസ്ലാം സത്യമാണെന്നതിനുള്ള തെളിവാണ് ആര്? ഗസാലി ഇമാം. വേറുള്ളവർക്കൊക്കെ പല പേരുണ്ട്. ഇസ്ലാം സത്യമാണെന്നതിനുള്ള തെളിവാണ് ആര്? ഗസാലി. തെളിവ് പറഞ്ഞു എന്നല്ല, എന്ത്? ആ വ്യക്തിയാണ് ഇസ്ലാം സത്യമാണെന്നതിന് തെളിവ്. മനസ്സിലായല്ലോ? ഇസ്ലാം ഇക്കൊല്ലം ഞാനിപ്പോ ഇമാം ഗസാലിയെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തിയില്ലേ? ശ്രദ്ധിച്ചില്ലേ? പ്രഭാഷണം കേട്ടവർ കൈപ്പൊക്കി. അൽഹംദുലില്ലാഹ്. പ്രഭാഷണം അതിൻ്റെ പുസ്തകം വരാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വളരെ വിശദമായി പുസ്തകം വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? പിന്നെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവാണ്. എന്തിന്? ഈ 2025 ഗസാലിയെ പറ്റി ലോകം ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് മനസ്സിലാവുന്നുണ്ടോ? ഐൻസ്റ്റീൻ തിയറി വരെ മറികടന്നു. ക്വാണ്ടം ഫിസിക്സിന്റെ ഒക്കെ ബേസ്മെന്റ്, വൊക്കേഷണലിസത്തിന്റെ ബേസ്മെന്റ് ഒക്കെ ആരാണ്? 1000 കൊല്ലം മുമ്പ് ജീവിച്ച ഇമാം ഗസാലിയാണ്. യൂറോപ്പ് മുഴുവൻ പറയാണ്. ശാസ്ത്രലോകം കടപ്പെട്ട ഒരു മനുഷ്യൻ ലോകത്തുണ്ടെങ്കിൽ അത് ഇമാം ഗസാലിയാണെന്ന് പറഞ്ഞത് യൂറോപ്പാണ്. എക്കാലത്തും ഇസ്ലാമിനോട് ശത്രുതയുള്ള യൂറോപ്പാണ്. ഗസാലിയെ പോലെ ഒരാൾ ലോക ചരിത്രത്തിലില്ല എന്ന് പറയുന്നത്. ഇമാം സുബ്കി പറഞ്ഞത് മുഹമ്മദ് മുസ്തഫാക്ക് ശേഷം ഒരാൾ നബിയാവുമായിരുന്നെങ്കിൽ അത് ഇമാം ഗസാലി ആയിരിക്കുമെന്നാണ്. 55-ാമത്തെ വയസ്സിൽ മരിച്ചു. 40 മുതൽ 50 വരെ തിരോധാനം. എവിടെ ആർക്കും അറിയില്ല. അള്ളാഹ് അന്വേഷിച്ചു പോയത്. ഒരു രാത്രി രാജാവ് വിട്ടില്ല. കാരണം മദ്രസത്തു നിസാമിയയിലെ പ്രിൻസിപ്പാളാണ്. ലോകത്ത് എല്ലാവർക്കും സംശയം ചോദിക്കാനുള്ള പണ്ഡിതനാണ്. ലോകത്ത് അങ്ങനെ ഒരു പണ്ഡിതൻ അക്കാലത്തില്ല. അപ്പോ നിസാമുൽ മുൽക്ക് വലിയ ദറജയിൽ വെച്ചതാണ്. പിന്നെ 3 കൊല്ലം കഴിഞ്ഞിട്ട് രാജിവെക്കാണ്. അപ്പൊ എന്ത് ചോദിച്ചു? പോകാൻ വയ്ക്കൂലാറും, ഹജ്ജിന് പോകാണ് പറഞ്ഞു. അപ്പൊ സമ്മതിച്ചു. എന്തുകൊണ്ട്? ഹജ്ജിന് പോകാണെങ്കിൽ തടയാൻ പാടില്ലല്ലോ. പോയിക്കോളെന്ന് പറഞ്ഞു. അല്ല ഹജ്ജു അൽ ഖസ്ദു, ഹജ്ജ് എന്നാൽ ഉദ്ദേശിക്കലാണ്. ആരെ? അല്ലാഹ്. പറഞ്ഞതിന്റെ അന്തരാർത്ഥം ശരിയാണ്. ഉദ്ദേശിച്ചു പോവാണ്. ആരെ? ഇവിടെ ജോലി പ്രിൻസിപ്പാളായി ഈ രാജാവിന്റെ പണം വാങ്ങിയിരുന്നാൽ അള്ളാനെ കിട്ടൂല. അള്ളാനെ കിട്ടണം. അതാണ് ഹജ്ജ്. ഹജ്ജിനൊന്നും പോയില്ല. എന്നാ ഹജ്ജിന് തന്നെ കറങ്ങി അള്ളാനെ അന്വേഷിച്ച് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പൊരുൾ യഥാർത്ഥമാകാൻ വേണ്ടി അന്വേഷിച്ചു 10 കൊല്ലം. AD 1096 ഇറങ്ങുന്നത്. AD 1106 ഫതഹ് കിട്ടുന്നത്. അക്കൊല്ല ഹജ്ജിന് പോയി പറഞ്ഞ വാക്ക് ക്ലിയർ ആക്കുകയും ചെയ്തു. വാശി ശരിയാക്കി. രാജാവിന് പറഞ്ഞ പോലെ ഹജ്ജിന് പോയി തിരിച്ചു ബഗ്ദാദിലേക്ക് വന്നു. ബഗ്ദാദിൽ വന്നപ്പോൾ വീണ്ടും അവർ സ്വീകരിച്ചു. കാരണം അങ്ങനത്തെ ഒരാളില്ലാത്തതുകൊണ്ട് പല സംശയം പലർക്കും ബാക്കിയാണ്. പിന്നീട് വന്ന പണ്ഡിതന്മാർ തർക്കത്തിനൊന്നും മെനക്കെടില്ല. ഗസാലിയുടെ മുഖത്തേക്ക് നോക്കിയവർക്കൊക്കെ സംശയം തീർന്നു. ഹുജ്ജത്തുൽ ഇസ്ലാം
ഇസ്ലാമിന്റെ തെളിവ് ആ മുഖാണ്. ആ മുഖത്തേക്ക് നോക്കിയാൽ സംശയം തീരും. ഇസ്ലാം അള്ളാഹുവിന്റെ മാർഗമാണെന്ന് ഇന്നത്തെയും സത്യമാണ്. ആര്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അല്ലാഹു ഒരു ദർജ ഏറ്റി കൊടുക്കട്ടെ എന്ന്. ആ ബൈത്തുൽ മുഖദ്ദസ് അതും നബിയുടേതാണ്. നബിയെ ഒരു രാത്രി അള്ളാഹു അങ്ങോട്ട് കൊണ്ടുപോയി. എന്തിന്? ബൈത്തുൽ മുഖദ്ദസ് നബി ഒന്ന് കാണണ്ടേ? വലിയ വലിയ തോട്ടങ്ങളൊക്കെ ഉള്ള മുതലാളിക്ക് ഒരു വട്ടെങ്കിലും ആ തോട്ടത്തിലൊന്ന് വന്നാൽ. എന്നോടൊരു ഗോളിയോറാൻസിലെ ജോലിക്കാരൻ പറഞ്ഞു, പിന്നെ ബർളയുടെ മുതലാണ് ഗോളിയോറാൻസ്, പക്ഷെ ബർള അങ്ങോട്ട് വരൂല. ബർളക്ക് ദുനിയാവാകെ സ്വത്താണ്. മാവൂരത്ത് എത്ര പോകുന്നൊരു ഇതൊന്നും ഒന്നുമല്ല. ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ അത്ര വലിപ്പേ അതിന് വില ആർക്കുള്ളൂ ബർളക്ക്. അങ്ങനെ മദ്രാസിൽ ബർളയെ ഞങ്ങൾക്കൊന്ന് കാണണം, മുതലാളിയെ കാണണമെന്ന് ഗോളിയോറാൻസിലെ തൊഴിലാളികളെല്ലാം അപേക്ഷിച്ചു. അപ്പോൾ അവിടുന്ന് ടെലഗ്രാം വന്നു, മുതലാളിക്ക് ഇന്നാലിന്ന ദിവസം രാവിലെ മദ്രാസിൽ മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ മാവൂരിൽ വരും. അന്ന് ഇവർ വലിയ ആഘോഷം സംഘടിപ്പിച്ചു. മുതലാളി ചരിത്രത്തിൽ ആദ്യമായി പിന്നെ ഗോളിയോറാൻസിൽ വരികയാണ്. അങ്ങനെ ഗോളിയോറാൻസിൽ എല്ലാവരും ബൊക്കെയൊക്കെ കൊണ്ട് കാത്തു നിന്നു. ഉച്ചയ്ക്ക് ശേഷം ടെലഗ്രാം വന്നു. എന്ത്? മുതലാളിക്ക് പെട്ടെന്ന് പൂനെയിൽ തിരിച്ചെത്തണം, മീറ്റിംഗ് നീണ്ടുപോയി, അതുകൊണ്ട് മാവൂരിൽ വരാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും ടെലഗ്രാം അടിച്ചു, അങ്ങനെ പറയരുത്, ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് മുതലാളിയുടെ മുഖം ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ വീണ്ടും മുതലാളി ഓഫീസിൽ നിന്ന്, ബർറയുടെ ഓഫീസിൽ നിന്ന് വീണ്ടും ടെലഗ്രാം വന്നു, വേണമെങ്കിൽ മദ്രാസിൽ നിന്ന് പൂനെയിലേക്ക് പോകുന്ന വഴി മാവൂർ കാലിക്കറ്റ് വഴി എന്ത് ചെയ്യാം, ഹെലികോപ്റ്ററിനെ കൊണ്ടുപോകാം. മാവൂരെത്തുമ്പോൾ ഹെലികോപ്റ്റർ താഴ്ത്തി പറപ്പിക്കും. മുതലാളി വിൻഡോയിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മുതലാളിയുടെ മുഖം കാണാം. അങ്ങനെ ഇതൊക്കെ ചരിത്രമാണ്. അങ്ങനെ മാവൂരെത്തിയപ്പോൾ താഴ്ത്തി പറപ്പിച്ചു ഹെലികോപ്റ്റർ. അങ്ങനെ ബർള മുതലാളി ഇങ്ങനെ മുഖം നോക്കി, അവരെല്ലാം അനുഗ്രഹീതരായി ആ മുഖം നോക്കിയിട്ട്. അതൊക്കെയാണ് ലോകം. അപ്പൊ നബിയെ ഒരു വട്ടം കൊണ്ടുപോയത് ആ മുഖത്തിന് ആർക്ക് കാണാനാണ്? ബൈത്തുൽ മുഖദ്ദസിനുമാണ് നബിനൊന്ന് കാണണം. അർശിന് ഈ പുസ്തകത്തിലുണ്ട്. എന്ത്? അർശിന് സന്തോഷിക്കാൻ വേണ്ടിയാണ് നബിനാണ് കൊണ്ടായത്. അർശിനോട് നബിനൊന്ന് കാണണമെന്ന് പടച്ചവനോട് എത്രയോ കാലം പറഞ്ഞു, അള്ളാ ഞങ്ങൾക്ക് ഞങ്ങളുടെയും കാരണഭൂതനായ റഹ്മത്തുല്ലിൽ ആലമീനെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ. അപ്പോൾ അള്ളാ പറയുന്നുണ്ടാവും, എന്ത്? ഒരിക്കൽ ഞാനൊന്ന് എത്തിച്ചേരാം. ഹർഷും കുർസിയൊക്കെ നബിയാണ് വന്നപ്പോൾ എനിക്ക് സന്തോഷിച്ചു. കാരണം എത്രയോ കാലമായിട്ട് ഒരു കൊതിക്കാണ് ആരെ കാണാൻ? നബിയെ കാണാൻ. അതാ അങ്ങനത്തെ ഒരു നബിയെ നമുക്കറിയില്ല. അതുവരെ നമുക്കൊട്ട് ഈമാൻ ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനൊരു ഈമാൻ ഉണ്ടാവും, അങ്ങനെ ഒരു ആവറേജ് ഈമാൻ. ഞാൻ പറഞ്ഞില്ലേ, ബിരിയാണി കൊടുക്കുന്ന മജ്‌ലിസുന്നൂറിന് ഒരു തവണ ഔലു വെച്ചത് കൊടുത്തു. അപ്പോൾ അതിന് വന്നവർ പറഞ്ഞു, ഇതിനാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണം. എല്ലാ മജ്‌ലിസുന്നൂർ കഴിഞ്ഞാലും എന്താ ഉണ്ടാവുക? ബിരിയാണി ഉണ്ടാവും. ഒരു മജ്‌ലിസുന്നൂറിൽ ബിരിയാണി ഉണ്ടായില്ല, അന്ന് ഓഫർ ചെയ്യാൻ ആളെ കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം സംഘാടകർ കൂടി ഔലും ശർക്കരയും ഉള്ളിയും കൂടി കൂട്ടിക്കുഴച്ചു. അപ്പോൾ അങ്ങാടിയിൽ നിന്ന് കുറച്ച് ആളുകൾ ഇതിന് വരും. ഒരു ലാസ്റ്റ് വരും, മജ്‌ലിസുന്നൂർ കുറച്ച് ചെല്ലി ദ്വയിലും കൂടി ബിരിയാണിൻ്റെ പൊതി വാങ്ങിപ്പോവും. അങ്ങനെ ഒരു ദിവസം അവർ വന്നപ്പോൾ എന്താണ്, ഔലോശത് കൈ കൊടുക്കുകയാണ്. അപ്പോൾ വാങ്ങിയില്ല. അപ്പോൾ എന്തു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇതാദ്യം പറയണം. നമ്മൾ മജ്‌ലിസുന്നൂറിനല്ലേ, നമ്മൾ മജ്‌ലിസുന്നൂറിനല്ല വരുന്നത്, നമ്മളിത് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനെയാണ് ദിവസങ്ങൾ പറയണം, ബിരിയാണി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നമുക്ക് ബഹുമാനപ്പെട്ട ബിരിയാണിയെ മാത്രമേ അറിയുള്ളൂ. ബിരിയാണിയും കുലാവിയും, മനസ്സിലായില്ലേ? മൗലൂദിന് മുമ്പുള്ള ചീരണിയും ശേഷമുള്ള ബിരിയാണിയും ഒക്കെ നമുക്കറിയുള്ളൂ. നമുക്ക് ആ ചീരണി കൊണ്ട് മനസ്സിലാക്കിയതാണ് ആരെ? നബിയെ. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല.